നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിട്ടുള്ള ഊത്തപ്പമാക്കിയാലോ. കുറച്ച് ദോശമാവും അതുപോലെ കുറച്ച് വെജീസും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പലതരത്തിലുള്ള ഊത്തപ്പം തയ്യാറാക്കാം. നമ്മളിന്ന് ഒനിയൻ ക്യാരറ്റ് ഊത്തപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂട്ടത്തിൽ നല്ല കട്ടി മാങ്ങ ഇഞ്ചി ചമ്മന്തിയും. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഊത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിന്ന് ഊത്തപ്പം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓൾറെഡി ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലിട്ട് ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ദോശയിൽ ഊത്തപ്പത്തിൽ ക്യാരറ്റ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചെറിയ പീസസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതി. അതുപോലെ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം. ഇനി ഇതും കൂടെ നമുക്ക് ഒന്ന് ചോപ്പറിലിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. സവോളയും പച്ചമുളകും കൂടെ നമ്മളിതാ ചോപ്പറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഊത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉള്ളിക്കും പച്ചമുളകിനും ഒക്കെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. നമ്മൾ ദോശമാവിലും ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടോ, നമ്മുടെ ചോപ്പറിൽ നമ്മൾ നല്ലതുപോലെ ചെറിയ പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഒന്നും പെറുക്കി കളയാനില്ല, മനസ്സിലായത്. ഇനി നമുക്ക് നമ്മുടെ ഊത്തപ്പം തയ്യാറാക്കാം. ചൂടായ ദോശക്കല്ലിലോട്ട് വലിയ തവിയാണെങ്കിൽ 1 തവി, ചെറുതാണെങ്കിൽ ഒരു 2 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനും ക്യാരറ്റും എല്ലാം ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ആവശ്യമുള്ളത്ര ഓണിയനും ആ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ദോശ കറക്റ്റായിട്ട് ഊത്തപ്പം കറക്റ്റായിട്ട് വേവുള്ളൂ. നമ്മൾ കട്ടിക്കാണ് ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തതല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ദോശക്ക് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ തൂവി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, നല്ലതുപോലെ കുക്കായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് എടുക്കാനായിട്ട് കിട്ടും. അതുപോലെ ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്ന ക്യാരറ്റ് മുള്ളിയൊന്നും ചിതറി പോകുന്നില്ല. ഇനി 1 മിനിറ്റ് നേരം അങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പം റെഡിയായി. ഇതുപോലെ ബാക്കി കൂടെ നമുക്ക് ചുട്ടെടുക്കാം.